കൊച്ചി കാർണിവലിന് ഗവർണറും തൊപ്പിയും എന്ന നാടകം വിലക്കിയ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അണിയറ പ്രവർത്തകർ. കേരളത്തിലെ ഗവർണറുമായി ഈ നാടകത്തിനൊരു ബന്ധവുമില്ല. കൊച്ചി RDOയുടെ ഉത്തരവ് ഏകപക്ഷീയവും പ്രതിഷേധാർഹവുമാണെന്ന് നാടകസമിതി വിമർശിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, പറയൂ. തൊപ്പിയും ഗവർണറും എന്ന് പറയുന്ന നാടകം ഇന്നലെ കാർണിവലിന്റെ ഭാഗമായി കളിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് RDOയുടെ ഒരു ഉത്തരവ് വന്നത്. BJP മണ്ഡലം കമ്മിറ്റി ഒരു പരാതി നൽകി. ഇത് ഗവർണറെ അവഹേളിക്കുന്ന പ്രമേയമാണ് ഈ നാടകത്തിലുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് RDO ഇത്തരത്തിൽ ഈ നാടകത്തിന്റെ പേര് മാറ്റണം, അതോടൊപ്പം തന്നെ ഈ നാടകത്തിൽ ഒരിടത്തും ഗവർണർ എന്ന് പറയുന്ന പദം ഉപയോഗിക്കരുത്, ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ഇതൊരു ഭാഗികമായ വിലക്കായി നാടക പ്രവർത്തകർ കാണുന്നില്ല. അവർ പൂർണ്ണമായി അതിനെ എതിർക്കുകയാണ്. ഏകപക്ഷീയമായ തീരുമാനമാണ്. ജർമ്മൻ നോവലായ വില്യം ടെൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ നോവലിന്റെ പരിഭാഷയാണ് ഈ നാടകം ഗവർണറും തൊപ്പിയും എന്ന് പറയുന്നത് നാടകം. അതിൽ കേരളവുമായോ അല്ലെങ്കിൽ കേരളത്തിലെ ഗവർണറുമായോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. തങ്ങളോട് സംസാരിക്കാതെ, തങ്ങളോട് കൂടിയാലോചന നടത്താതെ, ചർച്ച നടത്താതെയാണ് RDOയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി തുറന്ന ശേഷം നിയമ നടപടി സ്വീകരിക്കും. അതിനുശേഷം എവിടെയാണോ നാടകം കളിക്കാൻ തീരുമാനിച്ചിരുന്നത് അതേ വേദിയിൽ തന്നെ ശക്തമായി നാടകം കളിക്കും എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട RDOയുടെ ഓഫീസിലേക്ക് DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ആവിഷ്കാരത്തെ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിലക്കിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാടകം ഉൾപ്പെടെയുള്ള നാടക പ്രവർത്തകരുടെ സംഘടനയുടെ തീരുമാനം. ഓക്കെ, താങ്ക് യു വിഷ്ണു. ഗവർണറും തൊപ്പിയും എന്ന ഒരു നാടകത്തിന് ഇപ്പോൾ പേരിട്ടാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ തെറ്റിദ്ധാരണയും വന്നേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു നിരുപദ്രവകരമായ ഒരു പാശ്ചാത്യ നാടകമാണ്. ഫ്രെഡറിക് ഷില്ലറുടെ വില്യം ടെൽ എന്ന ജർമ്മൻ നാടകത്തിൻ്റെ മലയാള ആവിഷ്കാരമാണ് ഗവർണറും തൊപ്പിയും. ഈ മലയാള രചനയും സംവിധാനവും സുരേഷ് കൂവപ്പാടമാണ് നിർവഹിച്ചിരിക്കുന്നത്. കഥയുടെ ഇതിവൃത്തം ഇതാണ്: ആ നാട്ടിലെ രാജാവ്, അതായത് മേയർ, തൻ്റെ പ്രജകൾക്ക് തന്നോട് ബഹുമാനമുണ്ടോ എന്നൊന്നറിയാൻ തൻ്റെ തൊപ്പി നഗരവാതുക്കൽ വയ്ക്കുന്നു. തൊപ്പി വണങ്ങാത്ത ഗ്രാമീണരെ ഭടന്മാർ പിടികൂടി ജയിലടയ്ക്കുന്നു. ഗ്രാമീണരായ അച്ഛനും മകനും രാജാവിൻ്റെ നടപടി എതിർത്ത് തോൽപ്പിക്കുന്നതാണ് ഈ നാടകത്തിൻ്റെ അന്ത്യം. ഇതേ ഉള്ളൂ ഈ നാടകത്തിൽ. പക്ഷേ സമകാലികമായ ചില സംഭവങ്ങളോട് നമ്മൾ ഈ നാടകത്തെ കൂട്ടി വായിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഈ RDO എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം നിരോധിച്ചത് എന്നും മനസ്സിലാകുന്നില്ല. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.